ഹായ് ഓൾ, ഇതെൻ്റെ 9ാമത്തെ ലോങ് വീഡിയോ ആട്ടോ. മലേഷ്യൻ ട്രിപ്പിന് ശേഷം വേറെ ഒന്നും ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള കണ്ടൻറ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഫുൾ ഷോർട്സ് ആയിരുന്നു ഈ ഒരു 3 മാസമായിട്ട്. അപ്പോൾ സൺഡേ ഞങ്ങളുടെ ഓണം ഷോപ്പിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ ലോങ് വീഡിയോയിൽ. അപ്പോൾ രാവിലെ എണീറ്റ് റെഡിയായി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അവലുപ്മാവാണ് ഉണ്ടാക്കിയത്. എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും ചേട്ടനും ഫാമിലിയും വന്നു. അങ്ങനെ അവരെല്ലാവരും എത്തിയപ്പോഴത്തേക്കും വണ്ടി വന്നു. അവരെല്ലാവരും വണ്ടിയിലാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ലേറ്റായിട്ടാണ് റെഡിയാവുക. അതുകൊണ്ട് മിക്ക സ്ഥലത്തും പോകുന്നത് വൈകിയാണ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ്. അവരെല്ലാവരും പോയി, ദെൻ ഞങ്ങൾ മാത്രം ബസ്സിൽ പോയി. അങ്ങനെ ഞങ്ങൾ 10 മണിക്ക് കൊല്ലംകോട്ടേക്ക് പോയി. അവിടെ നിന്ന് വേറൊരു ബസ്സിൽ പാലക്കാടെത്തി. പോകുന്ന വഴിക്ക് ബസ്സിൽ എൻ്റെ സ്റ്റുഡൻസിനെയും കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ബസ് സ്റ്റോപ്പ് ഇറങ്ങിയതും നേരെ പുതിയ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ സ്പെഷ്യൽ സമോസയും ഓരോ കോഫിയും കുടിച്ചു. എനിക്ക് അവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സമോസ മറ്റേ ഡൽഹി സമോസയാണ്, ആ വലിയ സമോസ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഓട്ടോ പിടിച്ച് നേരെ ഗണപതി സിൽക്സിലേക്ക് പോയി. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അമ്മയുടെ വകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ്. യൂഷ്വലി ഡ്രസ്സ് വേൾഡിലേക്കാണ് പോകാറ്. ഇത്തവണ ഗണപതിക്ക് പോകാമെന്ന് അമ്മ തന്നെയാണ് ഡിസൈഡ് ചെയ്തത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ കുട്ടികളുടെ ഡ്രസ്സെല്ലാം മേടിച്ച് കഴിഞ്ഞിരുന്നു. ദെൻ ഡിസ്കൗണ്ട് സെയിലുള്ളത് കൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലൊന്നും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ലിഫ്റ്റിൽ പോകാൻ മാത്രം ഏകദേശം 2-3 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയത്. അപ്പോൾ ആദ്യം ഞാൻ എത്തിയതും നേരെ സാരി സെക്ഷനിലേക്ക് പോയി. അങ്ങനെ അമ്മയ്ക്ക് ആദ്യം സാരി നോക്കി. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ സെക്ഷൻ ജസ്റ്റ് ഒന്ന് പട്ടുസാരിയുടെ സെക്ഷൻ ഒന്ന് നോക്കാൻ പോയതാണ്. പക്ഷെ പോയി ഒരു 5 മിനിറ്റിൽ ഞാൻ നോക്കി ഒരു 3 സാരി എടുത്തു വന്നു. 2 പട്ടുസാരിയും ദെൻ ഒരു നോർമൽ സ്കൂളിലേക്കൊക്കെ കൊടുക്കാൻ പാകത്തിനുള്ളൊരു നോർമൽ കോട്ടൺ സാരി ആയിരുന്നു. അങ്ങനെ അതെടുത്തു. ദെൻ അത് കഴിഞ്ഞാണ് അമ്മയ്ക്ക് എടുത്തത്. അമ്മയ്ക്ക് 2 സെറ്റ് സാരിയാണ് എടുത്തത്. ദെൻ അത് കഴിഞ്ഞ് ചേച്ചിക്കുള്ള ചുരിദാർ നോക്കി. ചുരിദാർ മെറ്റീരിയൽ ഞാൻ നോക്കുമ്പം സാരിയുടെ ഡിസ്കൗണ്ട് ചുരിദാറിന് ഇല്ല എന്ന് എനിക്ക് തോന്നി. റെഡിമെയ്ഡ് ചുരിദാർക്ക് കുഴപ്പമില്ല, പക്ഷേ മെറ്റീരിയലിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദെൻ അവിടെ തന്നെ ഈ വളയുടെയും മാലയുടെയൊക്കെ സെഷൻ ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി. അപ്പോൾ മോൾക്ക് 1-2 വളയൊക്കെ വാങ്ങിച്ചു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ്, ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റെയിൻബോ ഗ്ലാസ് ബാംഗിൾസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല റേറ്റ് ആയിരുന്നു. സോ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് മേടിക്കുകയാണെങ്കിൽ ഞാൻ മീഷോന്ന് ഓൺലൈനായി തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നോക്കാം. അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് മെൻസ് വെയർ സെഷനിലേക്ക് പോയത്. പക്ഷെ സാരി എടുക്കാനും ചുരിദാർ എടുക്കാനും ഇത്രയും സമയം വേണ്ടി വന്നില്ല. ഒരു 6 ഷർട്ട് എടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു. അവർ ട്രയൽ നോക്കി വന്ന് പിന്നെ അത് സെലക്ട് ചെയ്ത് ചിലപ്പോൾ അതിൻ്റെ സൈസ് ശരിയാവാതെ വീണ്ടും മാറ്റി, അങ്ങനെ കുറേ സമയം പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബില്ലും പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സമയം 3 മണി. അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പായിട്ടോ. പക്ഷെ അമ്മയ്ക്ക് മീൽസ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം പോയ 2 ഹോട്ടലിൽ മീൽസ് കഴിഞ്ഞിരുന്നു. 3 മണി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. ദെൻ അത് കഴിഞ്ഞ് അവസാനം ഞങ്ങൾ പോയത് താരേക്കാടുള്ള ഹാസിസ് കിച്ചണിലേക്കാണ്. അവിടെ മീൽസ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ബിരിയാണി മേടിച്ച് അമ്മയ്ക്കും ഹസ്ബൻഡും മാത്രമാണ് മീൽസ് മേടിച്ചത്. അങ്ങനെ അതും കഴിഞ്ഞ് കുട്ടികൾക്ക് 2 ഐസ്ക്രീമും മേടിച്ച് കഴിച്ചിട്ട് അവരവിടെ നിന്ന് പോയി. ഞാനും ഹസ്ബൻഡും വീണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റുള്ള കല്യാൺ 99ലേക്ക് പോയി. അങ്ങോട്ട് പോകണമെന്ന് മുന്നേ ഡിസൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അത് കണ്ടത്. ശരി പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് തന്നെ പോയത്. അങ്ങനെ അവിടെ പോയി ഞാനൊരു 3 ടോപ്പ് എടുത്തു. പിന്നെ അതും കഴിഞ്ഞ് വീണ്ടും സ്റ്റേഡിയത്തിനടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഓരോ കോഫിയും കൂടെ കുടിച്ചു. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് സ്റ്റേഡിയത്തേക്ക് പോയി. പോകുന്ന വഴിക്കുള്ള കടകളിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനായിട്ട് കയറിയതാണ്. ദെൻ അത് കഴിഞ്ഞ് നേരെ വീടെത്തുമ്പോൾ സമയം 7 മണിയായി കേട്ടോ. അപ്പോൾ എത്തിയ ശേഷമാണ് മേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത്. പിന്നെ എനിക്ക് മേടിച്ച 3 സാരികൾ ഈ കാണുന്ന കോഫി ബ്രൗൺ കളർ, പിന്നെ ഒരു ഗ്രീനും ദെൻ ഒരു ഓറഞ്ചുമാണ്. ഗ്രീനിന് 1400 ആയിരുന്നു, ഓറഞ്ച് 1000 ആയിരുന്നു. അന്നത്തെ ഡിസ്കൗണ്ടിൽ എനിക്ക് 450 കിട്ടി. ദെൻ ആ ബ്രൗൺ സാരിയും 380 ആയിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ സാരികൾ അവിടെ ഉണ്ടായിരുന്നു. സോ ഓഫീസ് യൂസിനൊക്കെ സാരി മേടിക്കുന്നവർ ഉറപ്പായിട്ടാണ് ഒന്ന് യൂസ് ചെയ്യാം.